ഫെബ്രുവരി 28 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ റൊമാനൂസ്, വിശുദ്ധ ലുപ്പിസിനോസ്, വിശുദ്ധ സെറയാലിസ്, വിശുദ്ധ പുപ്പുലൂസ്, വിശുദ്ധ കായൂസ്, വിശുദ്ധ സെറാപ്പിയോൺ, വിശുദ്ധ ഹിലാരിയൂസ്, വിശുദ്ധ മക്കാരിയൂസ്, വിശുദ്ധ റൂഫിനൂസ്, വിശുദ്ധ യൂസ്തൂസ്, വിശുദ്ധ തെയാഫിലൂസ്, വിശുദ്ധ റൊമാനൂസ്, വിശുദ്ധ ലൂപ്പിസിനോസും. 460 കാലഘട്ടത്തിലാണ് വിശുദ്ധ റൊമാനൂസ് ജീവിച്ചിരുന്നത്. അതേസമയം 480 കാലഘട്ടത്തിലാണ് ലുപ്പിസിനോസ് ജീവിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും ഫ്രഞ്ച് സഹോദരന്മാരാണ്. 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജനിച്ച വിശുദ്ധ റൊമാനൂസ് തൻ്റെ ബന്ധുക്കളെ ഉപേക്ഷിച്ച് സാവോണിൻ്റെയും റോണിൻ്റെയും സംഗമസ്ഥാനത്തുള്ള ഒരു വലിയ പള്ളിക്ക് സമീപം ലിയോണിലെ ഐനായ് ആശ്രമത്തിൽ കുറച്ചു കാലം ചെലവഴിച്ചു. 35-ാം വയസ്സിൽ റൊമാനസ് ഫ്രാൻസിനും സ്വിറ്റ്സർലൻഡിനും ഇടയിലുള്ള ജൂറ പർവ്വതത്തിലെ വനങ്ങളിലേക്ക് വിരമിച്ചു. ബിയൻ, അലിയർ നദികളുടെ സംഗമസ്ഥാനത്ത് കോഡേറ്റ് എന്ന സ്ഥലത്ത് താമസം ഉറപ്പിച്ചു. അവിടെ സംസ്കാരത്തിന് അനുയോജ്യമായ ഒരു സ്ഥലവും കാട്ടുപഴങ്ങൾ നിറഞ്ഞ ചില മരങ്ങളും അദ്ദേഹം കണ്ടെത്തി. ഇവിടെ അദ്ദേഹം തൻ്റെ ഉപജീവനത്തിനായി പ്രാർത്ഥിക്കുന്നതിലും വായിക്കുന്നതിലും അധ്വാനിക്കുന്നതിലും സമയം ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരനായ ലൂപ്പിസിനസ് അവിടെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. മറ്റ് നിരവധി ശിഷ്യന്മാരോടൊപ്പം ഈ 2 വിശുദ്ധരുടെയും സദ്ഗുണങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പ്രശസ്തിയിൽ ആകൃഷ്ടനായി അവരെ പിന്തുടർന്ന് മറ്റു ചിലരും എത്തി. മറ്റ് ആശ്രമങ്ങൾ ആവശ്യമായി വന്നു. 54 വയസ്സുള്ളപ്പോൾ സെയിൻറ്റ് റൊമാനസിനെ പൊയ്റ്റിയേഴ്സ് ബിഷപ്പായ സെയിൻറ്റ് ഹിലേരി പുരോഹിതനായി നിയമിച്ചു. അദ്ദേഹം തൻ്റെ പെരുമാറ്റത്തിൽ വളരെ ലാളിത്യം നിറഞ്ഞതായി തുടർന്നു. സഹോദരങ്ങൾക്കിടയിൽ ഒരു പദവിയും ഒരിക്കലും പരസ്പരം ആഗ്രഹിച്ചിരുന്നില്ല. അവരുടെ എണ്ണം വർദ്ധിച്ചതോടെ സഹോദരന്മാർ നിരവധി ആശ്രമങ്ങളും അവരുടെ സഹോദരിക്കും മറ്റ് സ്ത്രീകൾക്കും വേണ്ടി ലാ ബൗമെ എന്ന പേരിൽ ഒരു കോൺവെന്റും നിർമ്മിച്ചു. വിശുദ്ധ റൊമാനസ് മരിക്കുന്നതിന് മുൻപ് 500 കന്യകാസ്ത്രീകൾ അവിടെ പ്രാർത്ഥനയിലും ത്യാഗത്തിലും ഏർപ്പെട്ടിരുന്നു. അവർ കർശനമായ നിശബ്ദത പാലിച്ചു. അടുത്തുള്ള ലൗക്കോണിലെ ആശ്രമത്തിലെ അവരുടെ സഹോദരന്മാരെയും പുത്രന്മാരെയും ബന്ധുക്കളെയും പോലെ തങ്ങളെ വർത്തമാനകാല ജീവിതത്തിന് മരിച്ചവരായി കണക്കാക്കി. വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നിട്ടും 2 സഹോദരന്മാരും സന്യാസിമാരെ ഒരുമിച്ച് വലിയ ഐക്യത്തോടെയാണ് ഭരിച്ചത്. ഒന്നാമന്റെ സൗമ്യതയെ ആവശ്യാനുസരണം മറ്റേയാളുടെ കാഠിന്യം കൊണ്ട് സന്തുലിതമാക്കി. ഒരു കൂട്ടം വിമത സന്യാസിമാർ പോയപ്പോൾ വിശുദ്ധ റൊമാനസ് തൻ്റെ ക്ഷമയും പ്രാർത്ഥനയും കൊണ്ട് അവരെ തിരികെ നേടി. 2-മത്തതോ 3-മത്തതോ തവണ പോയാൽ പോലും അതേ ദയയോടെ അവരെ വീണ്ടും തിരിച്ചു സ്വീകരിച്ചു. ശീലങ്ങൾ വളരെ ദുഃഖിതമായിരുന്ന ലുപ്പിസിനസ് തൻ്റെ ദയയെ കുറ്റപ്പെടുത്തിയപ്പോൾ ദൈവം മാത്രമേ ഹൃദയങ്ങളുടെ ആഴങ്ങൾ അറിയുന്നുള്ളൂ എന്നും ഒരിക്കലും പോകാത്തവരിൽ ചിലർക്ക് തീഷ്ണത കുറഞ്ഞുവെന്നും 3 തവണ പോലും പോയതിനു ശേഷം മടങ്ങിയെത്തിയവരിൽ ചിലർ മാതൃകാപരമായ ഭക്തിയോടെ ദൈവത്തെ സേവിക്കുന്നുണ്ടെന്നും റൊമാനൂസ് തൻ്റെ സഹോദരന് മറുപടി നൽകി. ഒടുവിൽ ആശ്രമത്തിന് പുറത്ത് താമസിച്ചിരുന്ന സഹോദരന്മാരിൽ ചിലർ ആശ്രമത്തിൽ പഠിപ്പിച്ച തത്വങ്ങൾ മതപരമായി പരിശീലിച്ചു പോന്നു. ക്രിസ്തുമത ഉന്മൂലനത്തിന് സഹായിക്കാൻ വിസമ്മതിച്ചപ്പോൾ AD 286 കൊല്ലപ്പെട്ട 6600 കത്തോലിക്ക സൈനികരുടെ ഒരു സംഘമായ തീബൻ വിജയന്റെ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലം സന്ദർശിക്കാൻ റൊമാനൂസ് തീരുമാനിച്ചു. യാത്രാമധ്യേ വിശുദ്ധ സന്യാസി 2 കുഷ്ഠരോഗികളെ കണ്ടു. അത്ഭുതകരമായി അവരെ സുഖപ്പെടുത്തി. ഈ അത്ഭുതത്തെക്കുറിച്ച് വാർത്ത പരന്നു. റൊമാനൂസ് ഒരു ദൈവപുരുഷനായി പ്രസിദ്ധനായി. 460-ൽ റൊമാനൂസ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരി ഭരിച്ചിരുന്ന കന്യകാസ്ത്രീ മഠത്തിലെ പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. മുങ്ങി മരിച്ചവർ, മാനസിക രോഗികൾ എന്നിവരുടെ രക്ഷാധികാരിയായിട്ടാണ് വിശുദ്ധ റൊമാനൂസിനെ തിരുസഭ അംഗീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ റൊമാനൂസെ ഈ ലോകത്തുള്ള എല്ലാ മാനസിക രോഗികൾക്കും വേണ്ടി
പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.